തിരശ്ശീലയിൽ നമ്മുടെ മുന്നിൽ മായികമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച താരങ്ങൾ, അണിയറയിൽ പ്രവർത്തിച്ചവർ, അവരെയൊക്കെ ഇന്ന് സംസ്ഥാനവും രാജ്യവും ആദരിച്ച പുരസ്കാരത്തിന്റെ പകലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. 54ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ തിളങ്ങി നിൽക്കുന്നത് ആടുജീവിതമാണ്. മികച്ച നടനായി പൃഥ്വിരാജ്. ഇതടക്കം 9 പുരസ്കാരങ്ങളാണ് ആടുജീവിതം വാരിക്കൂട്ടിയത്. മികച്ച നടിയായി ഉർവശിക്കൊപ്പം ബീന ആർ ചന്ദ്രനും എത്തുന്നതും നമ്മൾ ഇന്നത്തെ ദിവസം കണ്ടു. മികച്ച സംവിധായകനുള്ള പുരസ്കാരം ആടുജീവിതത്തിലൂടെ ബ്ലസ്സി സ്വന്തമാക്കി. കാതൽ ദക്കോർ മികച്ച ചിത്രം. ഗായകർക്കുള്ള പുരസ്കാരം വിദ്യാധരൻ മാസ്റ്റർക്കും ആൻ ആമിക്കുമാണ്. ഇന്നത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ വിവരങ്ങളിലേക്ക് പോകാൻ നമുക്കിനി ആർ റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് ആർ റോഷിപാൽ. റോഷിപാൽ, സാധ്യതയായി കുറെ പേരുകൾ പറയുന്നുണ്ടായിരുന്നു, അതിൽ എത്ര പേരുകൾ ശരിയായി റോഷിപാൽ? സുജയ, ഒന്ന്, ഈ തവണത്തെ ചലച്ചിത്ര അവാർഡ് നിർണയം അത് ജൂറിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം 160 ചിത്രങ്ങൾ വന്നപ്പോൾ അതിൽ എല്ലാം ഒന്നിനൊന്നോട് മെച്ചപ്പെട്ടതായിരുന്നു എന്നാണ് ജൂറി അംഗങ്ങൾ പറയുന്നത്. സുധീർ ഒപ്പം ഈ അധ്യക്ഷനായ ജൂറി ഏതാണ്ട് ആദ്യ റൗണ്ടിൽ 80ഓളം ചിത്രങ്ങൾ 2 ടീമായി കണ്ട് അതിൽ 50ൽ താഴെ ചിത്രങ്ങൾ അതൊരു ഗ്രൂപ്പായി തിരിച്ചുകൊണ്ട് അന്തിമ പട്ടികയാക്കി മാറ്റി. പിന്നീട് ആ ചിത്രങ്ങൾ പരിശോധിച്ചാണ് ഈ അവാർഡ് നിർണയിച്ചത്. 34 സംസ്ഥാന പുരസ്കാരങ്ങൾ, അതിനൊപ്പം തന്നെ 4 ജൂറി പരാമർശങ്ങളുമുണ്ട്. ഇങ്ങനെ 38 പുരസ്കാരങ്ങളാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൃഥ്വിരാജ് മികച്ച നടനായി. ആടുജീവിതത്തിലെ നജീബിനെ അവതരിപ്പിച്ച പൃഥ്വിരാജ് മികച്ച നടനാകുമ്പോൾ തന്നെ ആടുജീവിതം എന്ന ഒരു സിനിമ ഏതാണ്ട് 9 പുരസ്കാരങ്ങളാണ് നേടിയത്. അതിൽ 1 ജൂറി പരാമർശമാണ്. ഇതിനൊപ്പം ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയ മറ്റൊരു ചിത്രം കാതൽ ദി കോറാണ്. 4 പുരസ്കാരങ്ങൾ കാതൽ ദി കോർ നേടി. മമ്മൂട്ടി നിർമ്മിച്ച ചിത്രം. ഏതായാലും ജിയോ ബേബിയുടെ കാതൽ ദി കോറും ആടുജീവിതവും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം ഈ പുരസ്കാര നിർണയത്തിൽ നടന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും മികച്ച നടി ആ പുരസ്കാരം ഈ തവണ പങ്കിടുകയായിരുന്നു ഉർവശിയും ഒപ്പം. ഈ തരത്തിൽ ഏറ്റവും മികച്ച ഉള്ളൊഴുക്കിലെ അഭിനയമാണ്. ആദ്യഘട്ടത്തിൽ ഉള്ളൊഴുക്കിലെ മികച്ച അഭിനയത്തിന് പാർവതി തിരുവോത്തും അന്തിമ പട്ടികയിലുണ്ടായിരുന്നു. 2 പേർ തമ്മിലുള്ള വാശിയേറിയ മത്സരം നടന്നു എന്നാണ് ജൂറി അംഗങ്ങൾ തമ്മിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനൊപ്പം ഇതിൽ ഈ തവണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, 160 സിനിമകൾ ഈ ജൂറിക്ക് മുന്നിലെത്തിയപ്പോൾ അതിൽ ഏതാണ്ട് 22 ചിത്രങ്ങളും നവാഗതരുടേതാണ് എന്നത് വലിയൊരു പ്രത്യേകതയാണ്. അതിൽ ഈ 22 ചിത്രങ്ങൾ മികച്ചു നിന്നു. മാത്രവുമല്ല, പ്രധാന ജൂറി കാണാത്ത 4 ചിത്രങ്ങൾ അവർ പിന്നീട് വിളിപ്പിച്ചു കണ്ടു എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. അത്തരത്തിൽ വളരെ സൂക്ഷ്മമായ നിരീക്ഷണം ഈ പുരസ്കാര നിർണയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മന്ത്രി സജി ചെറിയാൻ്റെ വിശദീകരണം. ഏതായാലും മമ്മൂട്ടിക്ക് ഈ തവണ പുരസ്കാരം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ മമ്മൂട്ടി ആരാധകർക്കുണ്ടായിരുന്നു. പക്ഷേ ആടുജീവിതത്തിന് വേണ്ടി ത്യാഗം സഹിച്ച മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച പൃഥ്വിരാജ് ആ പുരസ്കാരം നേടിയെടുക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും ഉർവശി പലവട്ടം പുരസ്കാരത്തിന് അർഹയായത്. അതിനൊപ്പം തന്നെ നമ്മൾ രാവിലെ റസൂൽ പൂക്കുട്ടിക്ക് സാധ്യതയുണ്ടെന്ന സൂചനകൾ നൽകിയിരുന്നു. സമാനമായി തന്നെ റസൂൽ പൂക്കുട്ടിയും ഈ തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അർഹനായി. ബാലതാരങ്ങൾ 2 പേർ. അതിനൊപ്പം തന്നെ ഈ മികച്ച ബാലചിത്രം ഈ തവണ ഉണ്ടായിരുന്നില്ല. വന്ന എൻട്രികൾ അത്തരത്തിൽ അനുയോജ്യമായിരുന്നില്ല, മികച്ച നിലവാരം പുലർത്തിയില്ല എന്നാണ് ജൂറി വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ തവണത്തെ ചലച്ചിത്ര പുരസ്കാരം വ്യത്യസ്തമാകുന്നത് നവാഗതരുടെ എൻട്രികൾ വളരെ കൂടുതലായിരുന്നു എന്നതുകൊണ്ട് തന്നെ. അതിനൊപ്പം തന്നെ പരിചയസമ്പന്നരായ സിനിമാ താരങ്ങൾ, ചലച്ചിത്ര പ്രവർത്തകർ, അവർക്കും പുരസ്കാരങ്ങൾ ലഭിച്ചു എന്നത് പ്രത്യേകതയാണ്. വിദ്യാധരൻ മാസ്റ്റർ മികച്ച ഗായകനായി മാറുമ്പോൾ ഗായികയായി വരുന്നത് ആൻ ആമയാണ് നവാഗത അല്ലെങ്കിൽ പുതുമുഖ ഗായിക. അങ്ങനെ ആ തരത്തിൽ എല്ലാം കൊണ്ടും പരിചയസമ്പന്നരും ഒപ്പം നവാഗതരും അടങ്ങിയ വലിയൊരു സിനിമാ പ്രവർത്തക സംഘത്തിന് പ്രോത്സാഹനം നൽകുന്ന രീതിയിലേക്ക് ഈ തവണത്തെ 2023 ചലച്ചിത്ര അവാർഡ് നിർണയം മാറി. സുജയ. ഓക്കെ, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ വിവരങ്ങളാണ് ആർ റോഷിപാൽ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ച് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ദേശീയ പുരസ്കാരങ്ങൾ വരുന്നു. അതിലും മലയാളത്തിന്റെ ഒരു തിളക്കം അതിങ്ങനെ നിൽക്കുകയാണ്. നമുക്കത്